കോതമംഗലം നേരിമംഗലത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് പെൺകുട്ടി മരിച്ചു. കീരത്തോട് സ്വദേശി അനീറ്റ ബെന്നിയാണ് മരിച്ചത്. ബസ്സിനുള്ളിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയാണ് പുറത്തെടുത്തത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 18 പേരാണ് കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശുപത്രിയിൽ നിന്നും പ്രദീപ് ജോസഫ്. സംഭവ സ്ഥലത്തെത്തുമ്പോൾ KSRTC ബസിന്റെ ഫ്രണ്ട് ടയറിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണപ്പെടുകയും ഉടനടി ഹൈഡ്രോ ഉപയോഗിച്ച് ഉയർത്തി പൾസ് ഉണ്ടായിരുന്നതിനാൽ ബസ് ഹോസ്പിറ്റലിൽ കോതമംഗലത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ചത് ചെറിയൊരു പൾസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. കുട്ടി രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഇതിലും കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും തഹസീൽദാരും നാട്ടുകാരും സംയുക്തമായാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ക്യാഷ്വാലിറ്റി അധികമില്ലാതെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ് ജോസഫ്, ആശുപത്രിയിൽ 18 പേരാണല്ലോ ചികിത്സയിലുള്ളത്. ആരുടെയും പരിക്ക് സാരമല്ല എന്ന് കരുതുന്നു. വിശദാംശങ്ങൾ എന്താണ്? നേരിമംഗലത്തിനടുത്ത് മണിയമ്പാറയിൽ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ഡിവൈഡറിൽ തട്ടി ഏതാണ്ട് ഒരു 20 അടിയോളം താഴ്ചയിലേക്ക് ബസ് ഇരിക്കുകയായിരുന്നു. ബസ്സിൻ്റെ ഏറ്റവും മുൻവശത്തായിരുന്നു മരിച്ച അനിൻഡ മത്തായി എന്ന പെൺകുട്ടി ഇരുന്നിരുന്നത്. ബസ്സിൻ്റെ മുൻ ഗ്ലാസ് പൊട്ടി. ഗ്ലാസ്സിൽ കൂടി ഈ പെൺകുട്ടി പുറത്തേക്ക് വീണു. പെൺകുട്ടിയുടെ ശരീരത്തിന് മാരകമായ തോതിൽ ചതവുകൾ ഏറ്റു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റ് 18 പേർ കൂടി പരിക്കേറ്റവരെ ഇവിടെ ഈ മാർ ബസേലിയോസ് ആശുപത്രിയിൽ കോതമംഗലത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പലരുടെയും ചുണ്ടിനും പല്ലിനും മൂക്കിനുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുന്നു. പലർക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഈ മുഖത്ത് പരിക്കേറ്റു എന്നതുകൊണ്ട് തന്നെ പലർക്കും മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഡോക്ടർമാരോട് പോലും സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. അതേസമയം എറണാകുളത്ത് ഒരു ചികിത്സാപരമായ ആവശ്യത്തിന് വേണ്ടി അമ്മയ്ക്കൊപ്പം വരുമ്പോഴാണ് അനിൻഡ മത്തായി എന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും അപകടമുണ്ടായത്. അനിൻഡയുടെ മൃതദേഹം ഇവിടെ തന്നെ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഞ്ഞിക്കുഴിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച അനിൻഡ. തെക്കുമറ്റത്തിൽ എന്നാണ് അവരുടെ വീട്ടുപേര്. അപകടമുണ്ടാകുമ്പോൾ അമ്മയും അനിൻഡയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. അപകടത്തിന് കാരണം എന്താണ് എന്നത് വ്യക്തമായിട്ടില്ല. ബസ്സിന് എന്തെങ്കിലും യന്ത്ര തകരാറുണ്ടോ അതോ പെട്ടെന്ന് മറ്റെന്തെങ്കിലും വഴി വാഹനം കയറി വരികയോ മറ്റോ ചെയ്തതാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവായിട്ടില്ല. KSRTC ജീവനക്കാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും പരിക്കേറ്റിരിക്കുന്ന ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്.